ആദിലയ്ക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഇനി ആരും പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ആദില വളരെ വ്യക്തമായിട്ട് ഒനീലിനോട് പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയതല്ല, ഇതെന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. സീരിയൽ കാരണം ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ലൈവിൽ നടന്നത് ഒനീലിന്റെയും ആദിലയുടെയും നടത്തമാണ്. അവർ തമ്മിൽ നടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില ഒരു വലിയ എസ്സേ പോലെ നമ്മുടെ എണ്ണി 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 അനുമോൾക്ക് നന്ദി പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അതിൽ എതിർപ്പുണ്ട്. ബിക്കോസ് അതിൽ അക്ബറിന് ഒരു വെള്ളപൂശൽ ആദില നടത്തി. അതുകൊണ്ട് തന്നെ അത് പലരുടെയും ഉള്ളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി. അല്ലാതെ അനുമോളോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും ആരും കരുതണ്ട. പകരം അക്ബറിനെ വെള്ളം പൂശിയപ്പോഴത്തേക്കും അവിടെ പലർക്കും ആ ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. അക്ബറിനെ കപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പരിശീലനമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആദിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച് ആദിലിനെയും നൂറയെയും അവിടെ ബലിയാടാക്കി അക്ബറിന് വേണ്ടിയിട്ട് എന്താ പറയാ ഒരു ബലി കൊടുത്ത് അക്ബറിനെ ജയിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ചെയ്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒനിയില് ആദിലയുമായിട്ടൊരു വലിയ ഒരു നടത്തം നടക്കുകയാണ്. അപ്പോ ആദിലെടുത്ത് പറയുന്നുണ്ട്, നീ ഇനിയിപ്പോ അവിടെ പോയി കോംപ്രമൈസ് ടോക്കിനൊന്നും നിൽക്കണ്ട, പക്ഷെ നീ പറഞ്ഞത് അത് സത്യത്തിൽ എന്താണ്, അത് ശരിക്കും എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്, നീ തന്നെ പറഞ്ഞതാണോ എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദില പറയുന്നുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ആ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒനിയിൽ ഒന്നും കൂടെ ഒന്ന് തെളിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോ പുറത്തു പോയവര്, നിങ്ങളിപ്പോ 7 പേര് ഇതിൽ ഹാപ്പി ആയിട്ട് നിൽക്കുക. നിങ്ങൾ ഈ പറയുന്ന 7 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ പുറത്തു പോയവരിൽ പലർക്കും പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടിലുണ്ടായ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ശൈത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ശൈത്യ അവിടെ പുറത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശൈത്യക്ക് ഓൾറെഡി ആ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിപ്പോ ഈ പറയുന്ന അനുമോളുമായിട്ട് ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് ശൈത്യയുടെ ഒരു പക്ഷം അല്ലെങ്കിൽ ശൈത്യ പറഞ്ഞത് കൊണ്ട് അങ്ങനെ വല്ലതും ആണോ ആദില നീ അത് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഒനീലിന് അനുമോളുടെയും ആദിലയുടെയും നൂറയുടെയും ഒക്കെ സൗഹൃദത്തെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുണ്ട്. തുടക്കം വന്നപ്പോൾ വളരെ ലോ ആയിട്ട് ഗെയിം കളിച്ച എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒനീലിന്റെ കയ്യിൽ ഷാനവാസന്റെ അടുത്തുനിന്ന് ഒരു ബാൻഡ് കിട്ടി. ഒനീല് ഇതെന്തോന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറൊരാൾ അത് എടുത്തിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു.